ഡോക്ടർ പി സരിൻ കൂടി നമുക്കിപ്പോൾ ചേരുക. സരിൻ, ഈ വി ഡി സതീശൻ കഴിഞ്ഞ തവണ പറഞ്ഞത് ഇങ്ങനെ ഒരു മീഡിയ വിഭാഗം, സോഷ്യൽ മീഡിയ വിഭാഗം കോൺഗ്രസിനുണ്ടോ എന്നാണ്. 2 ദിവസം മുമ്പാണ് സണ്ണി ജോസഫ് പറയുകയും ചെയ്തത് ആ സോഷ്യൽ മീഡിയ വിഭാഗത്തെ പിരിച്ചുവിട്ടു, വി.ടി. ബൽറാമിനെ ഒഴിവാക്കുകയും ചെയ്തു. താങ്കൾ അതിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചയാളാണ്. എങ്ങനെയാണ് ഇങ്ങനൊരു ഡിജിറ്റൽ മീഡിയ ഇല്ലേ KPCCക്ക്? അത് പ്രതിപക്ഷ നേതാവ് തന്നെ വ്യക്തമാക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകളെ അധികരിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളെ മുൻനിർത്തിക്കൊണ്ടും കോൺഗ്രസിന് വേണ്ടി കഴിഞ്ഞ 2-2.5 വർഷക്കാലത്തിലേറെയായി ഡിഫൻസ് തീർക്കുന്ന അല്ലെങ്കിൽ പോർമുഖം തുറക്കുന്ന ഒരു സംവിധാനമായി ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ എത്രയോ പോസ്റ്ററുകളും എത്രയോ റീലുകളും എത്രയോ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പറയില്ലേ പറന്നു കളിക്കുന്ന സാധനങ്ങളും ഒക്കെ കണ്ടിരുന്ന ഒരാളാണ് ഞാൻ എന്നുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 10 മാസക്കാലമായിട്ടും അതിന് ഒരു തുടർച്ചയുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് ഇതിനെ ഡിസോൺ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ തന്നെ ഒരു പക്ഷേ പ്രതിച്ഛായയ്ക്ക് മങ്ങലേക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള അദ്ദേഹത്തിന്റെ നിഗമനം കൊണ്ടായിരിക്കാം. പ്രതിപക്ഷ നേതാവ് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും പറയുന്ന സാധനങ്ങളെ ക്യാപ്സ്യൂൾ രൂപത്തിൽ ഡിജിറ്റൽ മീഡിയ സെൽ എന്ന് പറയുന്ന കോൺഗ്രസിനകത്ത് സംവിധാനം തന്നെയാണ് പോസ്റ്റർ അടിച്ചും റീൽസ് ഉണ്ടാക്കിയും ഒക്കെ വിതരണം ചെയ്തിരുന്നത്. അപ്പൊ അതിനെ ഇപ്പോ തനിക്ക് അറിയില്ല എന്ന് പറയുന്നതിന്റെ യുക്തി സ്വാഭാവികമായിട്ടും പുനഃപരിശോധിക്കേണ്ടതാണ്. എന്താണ് അദ്ദേഹത്തിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത് എന്ന് ആലോചിക്കുമ്പോൾ കോൺഗ്രസിനകത്ത് അദ്ദേഹം ഒറ്റപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ചിന്തയായിരിക്കാം. ആ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് തന്റെ ഫുൾ ഫിഗർ എന്നുള്ള രീതിയിലേക്ക് ഡിജിറ്റൽ മീഡിയനെ മുഴുവനായി ഹൈജാക്ക് ചെയ്യാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു പരാതി എല്ലായ്പ്പോഴും കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ KPCC ലീഡർഷിപ്പിനെ മറികടക്കുന്ന വിധം പ്രതിപക്ഷ നേതാവാകണം എല്ലാറ്റിന്റെയും അമരക്കാരൻ എന്നുള്ള രീതിയിലുള്ള ഒരു നിർബന്ധ ബുദ്ധി കണ്ടന്റിന്റെ കാര്യത്തിൽ പുലർത്തിയിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോ ഡിജിറ്റൽ മീഡിയ സെല്ലിനെ അറിയില്ല എന്ന് പറയുന്നതിന്റെ ശാക്തിക ബലാബലം കോൺഗ്രസിന്റെ ഉള്ളിൽ നടക്കുന്ന ചേരിപ്പോര് മാത്രമേ വ്യക്തമാക്കുള്ളൂ. അത് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ വ്യക്തവും കൃത്യവുമായിട്ട് 2-3 ഓർഡറുകൾ തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ KPCC ഇറക്കിയത് ഉണ്ടാകേണ്ടതാണ്. ഉദാഹരണത്തിന് പാർട്ടിയിലെ ചുമതല ആർക്കാണ് ഡിജിറ്റൽ മീഡിയ സെല്ലിൽ? പാർട്ടിയും ഡിജിറ്റൽ മീഡിയ സെല്ലും ഓരോ ജില്ലയിലും ഏകോപനം നടത്തുമ്പോൾ സീനിയർ ആയിട്ടുള്ള ചില സ്ഥലങ്ങളിൽ മുൻ എന്താ പറയാ KSUവിന്റെയോ യൂത്ത് കോൺഗ്രസിന്റെയോ ഒക്കെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരടക്കം, ചില സ്ഥലങ്ങളിൽ DCCയുടെ വൈസ് പ്രസിഡന്റ് അടക്കം പാർട്ടിയും ഡിജിറ്റൽ മീഡിയ സെല്ലും തമ്മിലുള്ള ഏകോപനത്തിന്റെ 14 ജില്ലാ ചുമതലകളടക്കം അന്നത്തെ KPCC അധ്യക്ഷന്റെ ലെറ്റർ പാഡിൽ അടിച്ചിറക്കിയ ഓർഡറുകളൊക്കെ കാണും. അന്വേഷിച്ചാൽ അതൊക്കെ അറിയുകയും ചെയ്യേണ്ടതാണ്. അല്ല ശ്രീ സരിൻ, ഒരുപക്ഷെ ഈ വി ഡി സതീശൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്നത് വി ഡി സതീശൻ, പ്രശ്നമായപ്പോൾ ആദ്യം തള്ളി പറഞ്ഞത് വി ഡി സതീശൻ. വി.ടി. ബൽറാം ഇപ്പോൾ വി ഡി സതീശൻ്റെ PR വർക്ക് ഏറ്റെടുത്ത് നടത്തുകയും പല സൈബർ ആക്രമണങ്ങൾക്കും നേതൃത്വം നൽകുകയും ചെയ്തത് വി ഡി സതീശൻ്റെ നിർദ്ദേശപ്രകാരം ബൽറാമായിരുന്നു. ഇപ്പോൾ ബൽറാമിനെ കൂടി തള്ളി പറയുന്നു. ഒരുപക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വളരെ സംഘടിതമായി ഓർഗനൈസ്ഡ് ആയ ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയ്ക്ക്. അത് ജില്ലാ തലത്തിൽ DCCകളുടെ നേതൃത്വത്തിലുണ്ട്, സംസ്ഥാന തലത്തിലുണ്ട്. വളരെ പെട്ടെന്ന് വി ഡി സതീശൻ വന്നിങ്ങനെ പറയും ഇങ്ങനൊരു സംവിധാനം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ കോൺഗ്രസ്സുകാർ തന്നെ അന്തിച്ചിരുന്നു പോയിട്ടുണ്ടാകണം. ഞാൻ മനസ്സിലാക്കുന്നത് തന്റെ മേൽത്തേക്ക് തട്ടുന്നത് എന്തിനേയും അതിവിദഗ്ധമായി തട്ടിയകറ്റാൻ പഠിച്ച, കോൺഗ്രസിന് കേട്ടുകേൾവിയില്ലാത്ത വിധം കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെ കൊണ്ടു നടക്കുന്ന ഒരാളാണ് വി ഡി സതീശൻ. കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീ. ആ കൊല്ലിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊലക്കുറ്റം തന്റെ മേത്തേക്ക് വരരുത്, ആ കറ തന്റെ കയ്യിൽ പുരണ്ടിട്ടില്ല എന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ വിളിച്ചു പറയണം. അതിന് കോൺഗ്രസിനെ തന്നെ നാണം കെടുത്തുന്നതിന് പോലും ഒരു മടിയുമില്ല. അതിന്റെ അർത്ഥം അവനവനെ മാത്രം ഗ്ലോറിഫൈ ചെയ്യുകയും ആ ഗ്ലോറിഫൈ ചെയ്യുന്നതിന് പാർട്ടിയുടെ ഇമേജ് പോലും ബലികഴിക്കേണ്ടി വന്നാൽ അതിനും മടിയില്ലാത്ത ഒരു, ഞാൻ പറഞ്ഞില്ലേ തൻപ്രമാണിത്വം എന്നുള്ള വാക്കൊക്കെ, താൻപോരിമ എന്നുള്ള വാക്കൊക്കെ ഒരു പക്ഷേ ഒരു മനുഷ്യന്റെ ക്വാളിറ്റി ആയിട്ട് പോലുമാണ് പലരും പറയാറ്. പക്ഷെ ഇവിടെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വില കൊടുത്തും സ്വന്തം ഇമേജ് ക്ലീൻ ആക്കി നിർത്താൻ ശ്രമിക്കുന്ന കോൺഗ്രസിന്റെ എത്രയോ കാലത്തെ പൊളിറ്റിക്സിൽ ഇതുപോലൊരു നേതാവ് കോൺഗ്രസിനെ തന്നെ അപകടപ്പെടുത്തുന്ന വിധം അതിന്റെ പൊയ്മുഖങ്ങളൊക്കെ ഓരോന്നായി അഴിഞ്ഞു വീഴുന്നതായിട്ട് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ എടുത്തുയർത്തിയതും അദ്ദേഹം തന്നെയാണ്. ഇപ്പൊ എടുത്ത് താഴേക്ക് ഇടുന്നു എന്നുള്ളതല്ല, ഇപ്പൊ താൻ നല്ല പിള്ള ചമയുകയാണ്. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, ഞാൻ അവനെ എടുത്ത് നടന്നിട്ടുമില്ല, പക്ഷേ തെറ്റ് കണ്ടപ്പോ ഞാനാണ് അതിന്റെ മുന്നിൽ നിന്ന് തിരുത്തുന്നത് എന്ന് വരുത്തി തീർക്കുന്ന ഒരു ഗെയിമാണത്. അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയുടെ കാര്യത്തിലും.
രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ ടേമിന് ശേഷം തുടർന്നും അദ്ദേഹം തന്നെ ആകാൻ വേണ്ടി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തീരുമാനമെടുത്ത് നിൽക്കുന്ന അവസരത്തിൽ ഇതേ സോഷ്യൽ മീഡിയനെ കുത്തി ഇളക്കി വിട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കുമെതിരെ ആ തെരഞ്ഞെടുപ്പിലെ തോൽവി 2021 നിയമസഭാ തോൽവിയുടെ ഉത്തരവാദിത്തം ഗതി തിരിച്ചുവിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയതിന്റെ തിരക്കഥ ഉണ്ടാക്കിയ അതേ ആള് തന്നെയാണ് ആ സംവിധാനത്തെ സോഷ്യൽ മീഡിയയിൽ ചെല്ലും ചെലവും കൊടുത്ത് തീറ്റിപ്പോറ്റുന്ന വി ഡി സതീശൻ തന്നെയാണ് ഔദ്യോഗികമായി കോൺഗ്രസിന്റെ പാർട്ടി എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായി പാർട്ടിയുടെ പൊസിഷനിങ് എടുക്കാൻ പാർട്ടി ഉത്തരവാദിത്തം ഏൽപ്പിച്ച ഒരു വിഭാഗത്തെ ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെയൊക്കെ പൊരുൾ എന്താണ് എന്ന് അരിയാഹാരം കഴിക്കുന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. അതെ ശ്രീ സരൻ, ഒരുപക്ഷെ ഇപ്പോൾ ഈ സതീശൻ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ വിഭാഗം ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ താങ്കൾ അതിൻ്റെ ഭാഗമായി നിന്നിട്ടുണ്ട്. അന്ന് ആർക്കായിരുന്നു കെ പി സി സിയുടെ ഈ ചുമതല? കെ പി സി സിയുടെ മുതിർന്ന നേതാവിന് ആർക്കായിരുന്നു ചുമതല? അന്ന് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ശ്രീ വി ടി ബൽറാമിനായിരുന്നു കെ പി സി സിയുടെ ഭാഗത്ത് നിന്ന് ഇതിനെ ഏകോപിപ്പിക്കാനുള്ള ചുമതല. അന്നും കെ പി സി സി ജനറൽ സെക്രട്ടറിമാർ 4-5 പേരുള്ളവരുടെ ഒരു ഓവർസീയിങ് ബോഡി അതിനെല്ലായ്പ്പോഴും മേൽനോട്ടം വഹിച്ചിരുന്നു. കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ, ഉപാധ്യക്ഷൻ എന്നുള്ള രീതിയിൽ ശ്രീ വി ടി ബൽറാമാണ് ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ കാര്യങ്ങൾ അന്ന് നോക്കി നടത്തിയിരുന്നത്. അപ്പോ അന്ന് പാർട്ടിയുമായിട്ട് കൃത്യമായ ഏകോപനം ഉണ്ടാകുന്ന വിധം തന്നെയാണ് ഇതൊക്കെ ചലിച്ചിരുന്നത്. കഴിഞ്ഞ 11 മാസത്തെ കഥ എനിക്കറിയില്ല. ഒരുപക്ഷെ ആ സംവിധാനത്തെയും ഹൈജാക്ക് ചെയ്യാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടാകാം. അതിലുള്ള അദ്ദേഹത്തിന്റെ കൊതിക്കറിവായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ തീർക്കുന്നത്. അദ്ദേഹത്തിന്റെ ഡിഫൻസിന് വേണ്ടി ആരൊക്കെ സംസാരിക്കുന്നു അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ സംവിധാനം സ്വയം ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ്. പാർട്ടിക്കുപരിയാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു ശൈലിയാണ് അദ്ദേഹത്തിന് അതിന് സ്വന്തമായ ഓഫീസിൽ തന്നെ പ്രൈവറ്റ് സെക്രട്ടറിമാർ എന്നുള്ള രീതിയിലും പേഴ്സണൽ അസിസ്റ്റന്റ് എന്നുള്ള രീതിയിലുള്ള അപ്പോയിന്റ്മെന്റ് നടത്തി സോഷ്യൽ മീഡിയയ്ക്ക് തന്നെ ഒരു വിഭാഗം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരാളാണ്. PR വർക്കാണ് ബേസിക്കലി നടക്കുന്നത്. സോഷ്യൽ മീഡിയ എന്നുള്ള വാക്കൊക്കെ കുറച്ചുകൂടി മാന്യത പുലർന്നതാണ്. അദ്ദേഹം നടത്തുന്നത് കോടികൾ ചെലവഴിച്ചുകൊണ്ട് PR വർക്കാണ്. അതിന് യൂട്യൂബിൽ ചാനലുകൾ തുടങ്ങിയിട്ടുണ്ട്. അതില് ഇൻസ്റ്റാഗ്രാമില് ന്യൂട്രൽ പേജുകൾ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ സ്വന്തം കാര്യങ്ങൾ വിളിച്ചു പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ആളാണ് ഇപ്പോ ഇതിനെങ്ങനെ തള്ളി പറയുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു വിധിവൈപരീത്യം. താങ്കൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വല്ലാതെ അടിതെറ്റി തുടങ്ങിയിട്ടുണ്ട് വി ഡി സതീശന്. ആദ്യം പാർട്ടിയെ ഹൈജാക്ക് ചെയ്തു, പ്രതിപക്ഷ നേതാവാൻ ആകാൻ വേണ്ടി AICC തന്നെ കബളിപ്പിക്കുന്നു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുവരുന്നു. സോഷ്യൽ മീഡിയ താങ്കൾ പറഞ്ഞ പോലെ PR വർക്കല്ല, ഇത്തിരി കൂടി കടന്നു പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് നേതാക്കളെ കൂടി അധിക്ഷേപിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സൈബർ ആക്രമണ സെല്ല് തന്നെയാണ് ഈ സതീശൻ നടത്തിയിരുന്നത് കൂടി പറയേണ്ടി വരുന്നുണ്ട്. അടിതെറ്റി തുടങ്ങുകയാണ്, അടിതെറ്റി വീഴുകയാണ് സതീശൻ. അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. എനിക്ക് തോന്നുന്നു ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ, ഇപ്പൊ ബീഹാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവാദത്തിന്റെ പേരിലാണല്ലോ ശ്രീ വി ടി ബൽറാം നീക്കിയിരിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന് ശേഷം വി ടി ബൽറാമിനെ നീക്കി എന്ന് പറയപ്പെടുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഈ ഗൂഢാലോചനയൊക്കെ എങ്ങനെയൊക്കെയാണ് പുറത്തു വരുന്നത് എന്നുള്ളതും പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് എങ്ങനെയാണ് വി ഡി സതീശൻ തെറിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് ഇനി കേരളത്തിലെ കോൺഗ്രസ്സുകാർ വരെ ഉറ്റുനോക്കുന്നത്. അവർക്ക് അതിനും ഒരു തിരക്കഥ വേണം. എനിക്ക് തോന്നുന്നു ആ തിരക്കഥയുടെ പണിപ്പുരയിലാണ് ഇപ്പൊ കോൺഗ്രസിലെ ഏറ്റവും വലിയ ഉപജാപക സംഘങ്ങളും അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരും. 2 മാസങ്ങൾക്ക് ഉള്ളിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിൽ നിന്ന് ഒരു മാറ്റിപ്രതിഷ്ഠ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിയ സതീശന്റെ വെപ്രാളമായിരിക്കാം ഈ പറച്ചിലും ചെയ്ത്തുമെല്ലാം. അതൊക്കെ വിനാശകാലേ വിപരീത ബുദ്ധി എന്നുള്ള രീതിയിൽ തന്നെ ഇപ്പൊ കോൺഗ്രസ് എന്തിനാണ് ബീഹാറിലെ ഒരു വലിയ മുന്നേറ്റത്തെ പുറകിൽ നിന്ന് കുത്തുന്ന വിധം ഇത്തരത്തിലൊരു ട്വീറ്റ് ചെയ്തത് കേരളത്തിൽ ഇരുന്നുകൊണ്ട് എന്നുള്ളതിന്റെ അതേ അർത്ഥത്തിൽ വി ഡി സതീശന്റെ വിനാശകാലേ വിപരീത ബുദ്ധി തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ശരി, വളരെ നന്ദി ശ്രീ സരിൻ ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചു.